അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മുഖങ്ങൾ, ഇഷ്ടപ്പെട്ട വീട്, പുൽവീട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വീടായിരുന്നു. അപ്പോൾ അവിടെ വന്നേക്ക് ഇഷ്ടമായിരുന്നു. അന്ന് പുൽവീടിലേക്കാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. കുറേ 3 നാത്തൂന്മാരും അമ്മയും അച്ഛനും 2 ഇളയച്ചന്മാരും അടങ്ങുന്നൊരു കുടുംബം. പക്ഷെ അവിടെ ഒരു വ്യത്യാസം കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മക്കളും മരുമക്കളും 3 ആയാലും 4 ആയാലും ഒക്കെ ഒത്തൊരുമിച്ച് ഒരു വീട്ടിൽ നിൽക്കും. അച്ഛൻ്റെ അമ്മേനെ കാലശേഷമൊക്കെ വേറെ വീട്ടിലേക്ക് മാറും. അങ്ങനെയായിരുന്നു കേട്ടോ അന്ന്. ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് ഓരോ വീടുകൾ. ഒരു അച്ഛനും അമ്മയും ഉള്ള മക്കളൊക്കെ ഒറ്റയ്ക്ക് ഓരോ വീടുകൾ. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണ ഒരു വീട് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കത് അതൊരു അത്ഭുതമായി. പിന്നെ എല്ലാവരും പണിക്ക് പോകുന്നവർ. ഞങ്ങളവിടെ പറഞ്ഞാൽ വൈദ്യം പണിയാണ്. അപ്പോൾ പെണ്ണുങ്ങളൊന്നും പോവില്ല, ആണുങ്ങൾ മാത്രം പോവും. ഇവിടെ പറഞ്ഞാൽ എല്ലാവരും കൂലിപ്പണിയാണ്. എൻ്റെ ഏട്ടന് 12 വയസ്സാകുമ്പോൾ കൂലിപ്പണിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ഓരോ കഥ പറഞ്ഞാൽ ആ കഥയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ ആ കഥയൊക്കെ കേൾക്കാൻ. എങ്കിലും ഞാൻ വിചാരിച്ച അത്ര റെസ്പെക്റ്റ് എനിക്ക് ആ വീട്ടിൽ കിട്ടിയില്ല. ഞങ്ങളവിടെ അച്ഛനില്ലാത്ത കുട്ടികളായി വളർന്നുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ വളർത്തിയത് കൊണ്ടായിരിക്കാം ഇവിടേക്ക് അത്ര സ്നേഹം കിട്ടിയെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ വീടൊക്കെ എടുത്ത് മാറി അങ്ങനെ ഒരു കൊച്ചു കുടുംബമൊക്കെ തുടങ്ങി 4 മക്കളും ഉണ്ടായി. അപ്പോൾ ഇനി ആ മക്കളെ കഥ ഞാൻ പറയും കേട്ടോ. അമ്മമാരെ കഥ മക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്മളെ മക്കളെ കഥ കൂടി നമുക്ക് പറയണം.